പറയാനുണ്ടാ പോളെ പോളെ കിട്ടു. സത്യം പറയട്ടെ, ഞാൻ ആദ്യത്തെ പ്രാവശ്യം വലിയേട്ടൻ കാണുന്നു 2000 അപ്പൊ ഞാൻ ജനിച്ചിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടോന്നോ? നല്ല നല്ല സിനിമകൾ തിയേറ്ററിൽ വീണ്ടും വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. സൗണ്ട് ക്വാളിറ്റി ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. എല്ലാരും ഒന്ന് കാണണം. നൈസാണ്, അടിപൊളി. ബെറ്റർ സൂപ്പർ. നമുക്ക് പൊളിക്കാതിരിക്കണേ, നമുക്ക് ഓൾറെഡി പൊളിച്ചല്ലേ, തകർക്കണേത് ഹെവി ഹെവി. ഇതിന്റെ ഞാൻ കണ്ടത് ഇന്നിപ്പോ ഞാൻ പ്രായമായി, പുള്ളിക്കാരൻ അതേ ലെവലിൽ തന്നെ നിൽക്കുന്നു. എന്താണെന്ന് അറിയാൻ പാടില്ല മായം. എന്നും അതുപോലെ തന്നെ നിലനിൽക്കട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയാണ് മമ്മൂക്ക. അത് ഇന്നും എന്നും കൂടെ ഉണ്ടാവണം. പുള്ളി ആ ലെവലിൽ തന്നെ നിൽക്കണം. നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മമ്മൂക്കാന്റെ അതിനേക്കാൾ വലിയ ലെവലിലാണ് നമുക്കിപ്പോ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം അതിനേക്കാളും നല്ല ക്യാരക്ടേഴ്സ് വെച്ചിട്ടാണ് പുള്ളി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് തീർച്ചയായിട്ടും ഒരു രണ്ടാം ഭാഗം പ്രതീക്ഷിക്കുന്നുണ്ട്. അതാണ് ഇപ്പൊ പ്രൊഡ്യൂസർ പറഞ്ഞത്. തീർച്ചയായിട്ടും ഞങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ടി. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. താങ്ക് യു. സത്യം പറയട്ടെ, ഞാൻ ആദ്യത്തെ പ്രാവശ്യം വലിയേട്ടൻ കാണുന്നു. ഞാൻ ടിവിയില് ഞാൻ കണ്ടിട്ടില്ല, ആദ്യമായിട്ട് കാണുന്നു. പക്ഷെ എനിക്ക് പുതിയ മൂവിയായിട്ടാണ് തോന്നുന്നത്. ടു ബി വെരി ഫ്രാങ്ക്, ഫ്രഷ് മൂവി അല്ലേ. അതല്ലേ ഞാൻ പറഞ്ഞ കണ്ടിട്ടില്ല, ആദ്യമായിട്ട് കാണുന്നു, ഫസ്റ്റ് ടൈം. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാരും എനിക്ക് ഓർമ്മയില്ല. വളരെയധികം സന്തോഷം അത് പറഞ്ഞു. ഇല്ല, എനിക്ക് ഓർമ്മയില്ല, സത്യം പറഞ്ഞ ഓർമ്മയില്ല. 2000 അപ്പൊ ഞാൻ ജനിച്ചിട്ടുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം എല്ലാരും നാളെ തിയേറ്ററിൽ പോയി സിനിമ വീണ്ടും കാണുന്നു. എത്രയോ പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് മറ്റു സ്ക്രീനിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ പുതിയ വന്ന വ്യത്യാസങ്ങള് അതാണ് സൗണ്ട് വലിയ ഇപ്പോഴത്തെ തരംതിരി തിയേറ്ററുകളിൽ കാണുന്നതിന്റെ ആ ഒരു എന്താണ് അതിന്റെ ഒരു സുഖം എന്ന് തന്നെ പറയാം. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോന്നോ? പണ്ട് തിയേറ്ററിൽ പോയി കണ്ടാണോ? ബൈജുവിന്റെ ചിറ്റപ്പനാണ്. നല്ല പണ്ട് കണ്ടതിൽ ഇപ്പൊ കാണുമ്പോൾ വ്യത്യാസം എന്താ? ഒരുപാട് വ്യത്യാസം. നല്ല പടം, നല്ല രസമുണ്ട്, അടിപൊളിയാണ്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഷായ് സാറിന് വരാൻ പറ്റില്ല, അതുകൊണ്ട് നമുക്കൊരു മിസ്സിംഗ് ആയിരുന്നു. പിന്നെ രഞ്ജിത്തേട്ടൻ, വർഷങ്ങളുടെ രഞ്ജിത്തേട്ടൻ എല്ലാം അവരോടൊക്കെ വേണമായിരുന്നു. എന്നാലും നമുക്ക് നല്ലൊരു അനുഭവം. കാരണം 24 വർഷത്തിന് ശേഷം നമുക്ക് വീണ്ടും എല്ലാവർക്കും നമുക്ക് ഒന്ന് കാണാം, തമ്മിൽ കാണാനും എല്ലാം ഒരു ഭയങ്കര പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമുണ്ട്. നന്ദി നന്ദി. എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? 4K ഇതൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. 24 വർഷത്തെ ഞങ്ങളുടെ ഒരു തിരിച്ചുവരവാണ്. കാരണം ഇതിനകത്ത് ഓരോ സീൻ കാണുമ്പോഴും ഓരോ ഷോട്ട് കാണുമ്പോഴും ഞങ്ങൾ അന്ന് ഞങ്ങൾ എടുത്ത എഫേർട്ടുകളാണ്. അവർ ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് റീകളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമായിരുന്നു. അത് വളരെ സന്തോഷം, വളരെ സന്തോഷം. ആ തിയേറ്ററിൽ തന്നെ കാണണം, തിയേറ്ററിൽ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കാണണം. ഇപ്പം ഏറ്റവും വളരെ സന്തോഷം. നമുക്ക് അന്നത്തെ ഇപ്പോൾ ഇത് ഇവിടെ പറഞ്ഞതിൻ്റെ വീട്ടിൽ തന്നെ വലിയേട്ടൻ പഴയ വലിയേട്ടനാണ്. പക്ഷെ നമുക്ക് ഇപ്പോഴും ആ ഫയർ ഇപ്പോഴും ഉണ്ട്. നല്ലത്. ഇഷ്ടപ്പെട്ടു? എങ്ങനെയുണ്ടായിരുന്നു? ക്വാളിറ്റി ഒക്കെ അടിപൊളിയായിരുന്നു, ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടു? നല്ല രസമുണ്ടായിരുന്നു. നല്ലതായിരുന്നു. വൈകി കുശനാലത്തുള്ള നൊസ്റ്റാൾജിയ വീണ്ടും റീവാമ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നല്ല നല്ല സിനിമകൾ തിയേറ്ററിൽ വീണ്ടും വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ ഒരു എന്താ പറയാ കുട്ടിക്കാലമൊക്കെ ഓർമ്മ വരുന്നുണ്ട്. നല്ല ഓർമ്മകളാട്ടോ. ഇപ്പം ഇല്ലാത്തതിന്റെ ആ ഒരു കുറവെല്ലാം അറിയാനുണ്ട്. അതൊരു ഭയങ്കര ഒരു കുറവാണ് സത്യമായിട്ട്.